ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പയറും മത്തങ്ങയും വെച്ചിട്ട് എരിശ്ശേരി റെഡിയാക്കി എടുക്കാൻ നോക്കാം. സദ്യകളിലൊക്കെ ഉണ്ടാകുന്ന എരിശ്ശേരിയുടെ സെയിം ടേസ്റ്റിലുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വൻപയറാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കാം. കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പയർ ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെയാണ് പയർ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി 6 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മത്തങ്ങ കട്ട് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം മൂത്ത മത്തങ്ങയാണ്, അതുകൊണ്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. മൂത്ത മത്തങ്ങ ആകുമ്പോൾ ഇതിൻ്റെ തൊലി ഹാർഡായിരിക്കും. അപ്പോൾ അത് കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല പച്ചമത്തങ്ങയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് തൊലിയോട് കൂടി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 കപ്പ് മത്തങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. 3/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ ചെറിയ അല്ലി ചുവന്നുള്ളിയാണിത്, അതുകൊണ്ട് ഒരു 10-12 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഉള്ളിയാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പയറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. 3/4 ഭാഗത്തോളം പയർ കുക്കായിട്ടുണ്ട്. നമുക്ക് മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിനി എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പയറിൽ വെള്ളമുണ്ട്. ഇനി മത്തങ്ങ വെവുമ്പോൾ അതിലും അത്യാവശ്യം വെള്ളം ഉണ്ടാവും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് വേണ്ടത്. ഞാനിവിടെ ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിലുള്ള നമ്മൾ വാങ്ങുന്ന പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.25 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിശ്ശേരിയിൽ എരിവ് അധികം ആവാനായിട്ട് പാടില്ല. അധികം എരിവായാൽ എരിശ്ശേരിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. സ്റ്റീം പോയതിനു ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റീം പോയിട്ടുണ്ട്. പയർ മത്തങ്ങയെല്ലാം കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലിനി എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് പാകത്തിനാണ് വെള്ളമൊക്കെ ഉള്ളത്. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. എരിശ്ശേരി ആകുമ്പോൾ അധികം ലൂസിലല്ല ഇരിക്കുക, കുറച്ച് തിക്കായിട്ടാണ്. അപ്പം അങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്.
അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലെല്ലാം കറക്റ്റാണ്. 1-2 മിനിറ്റ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവിട്ട് കൊടുത്താൽ 1 മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കുക. കടുകിൻ്റെ ഫ്ലേവർ എല്ലാം നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തുറന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ്. ഞാൻ ഓണസദ്യയുടെ വിഭവങ്ങളുടെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കണ്ടില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.